ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് അങ്ങനെ നോക്കി ഉണ്ടാക്കിയതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുട്ടുണ്ടല്ലോ, പുട്ടുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പച്ചമുളകാണ്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ കടുക് പൊട്ടിച്ച് നമുക്ക് ആവശ്യമുള്ളത് ഇടാം കേട്ടോ. ഇഞ്ചിയും ഇതൊക്കെ ഇടുന്നവർക്ക് ഇടാം. എനിക്ക് ഇഷ്ടമുള്ളത് സബോള, കടുക്, വേപ്പില, പച്ചമുളക്, ഇത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളതിൽ. എന്നിട്ട് ഒരു മുട്ട അതിൽ കൊത്തി പൊരിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ഈ പുട്ട് പൊടിച്ചിട്ട് നമ്മളതിൽ ആഡ് ചെയ്യണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒരു കളറൊന്നും ഇതായതിന് ശേഷം മാത്രമേ ഈ പുട്ടുപൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. മുട്ട ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, പച്ചമണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് പാനിലിട്ടിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ പാനിലിട്ട് ഈ പുട്ടിൻ്റെ ഇത് ഫ്രൈ ആവും കുറച്ച്. അപ്പോൾ നമുക്ക് ഈ കറുമുറ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ നമുക്കതിൽ കിട്ടും. നല്ല ടേസ്റ്റാണ്. അത് മുട്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം സബോള വാട്ടി പച്ചമുളക് ഇട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേറെ മുളക് ഇട്ട് വെളിച്ചെണ്ണയിൽ മുളകിട്ട് മുട്ട വെറുതെ കൊത്തി പൊരിച്ച് അതിൽ ഇതിടണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ മുളകിൻ്റെ ടേസ്റ്റും കിട്ടും മുട്ടയിൽ. ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ ടേസ്റ്റ് അതും രസമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ് കേട്ടോ.